നമസ്കാരം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി എല്ലാ നാടൊട്ടുക്കും ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ ഇന്ന് സിനിമ AMMA അമ്മ എന്ന സംഘടനയിൽ ആഭിമുഖ്യത്തിൽ സിനിമ നടന്മാരെയും മറ്റുള്ളവരെയും ആരോപണ വിധേയരാക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉള്ള നമ്മളെ നിയമങ്ങളനുസരിച്ചിട്ട് നമ്മളൊരു ക്രമീകരണത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ആരോപണ വിധേയരായിട്ടുള്ളവരെ അല്ലെങ്കിൽ ഇരയായിട്ടുള്ളവരുടെ പേരുകൾ മറച്ചു വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സാംസ്കാരിക മൂല്യമായിട്ട് വന്നു കഴിഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരയായിട്ടുള്ളവർ വന്ന് മറ്റുള്ളവർക്കെതിരെ അധിക്ഷേപം ചൊരിയുകയാണ്. സത്യമാണോ കള്ളമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നും അറിയില്ല. സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു ഇരയായി തീർന്നവർ അവർ മാന്യമായിട്ട് ഒന്ന് പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അവരുടെ പേര് പോലും പുറത്ത് വരാത്ത രീതിയിലാണ് നമുക്ക് അറിയാവുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല. ചാനലിൽ വന്ന് നേരിട്ട് പറയുകയാണ്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുകയായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളിൽ കുറ്റങ്ങൾ നടന്നോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. സാധാരണഗതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവർ ആരോപിതരാണ്. അത് തെളിഞ്ഞു വരേണ്ടതും ആ ആരോപണം അവർക്കെതിരെ തെളിഞ്ഞു വരേണ്ടതുമുണ്ട്. അപ്പോൾ സിനിമ എന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ ക്യാമറയ്ക്ക് അകത്ത് ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ ഇല്ലാതെ അവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ ചെയ്യുമ്പോൾ അതൊരു കുറ്റം തന്നെയാണ്. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരയായിപ്പെട്ടുള്ള ആൾക്കാരുടെ പേര് ഈ ചാനലുകൾ എന്തിനിങ്ങനെ കാണിക്കുന്നു? അവർക്ക് ആരാണ് ഇതിന് ധൈര്യം കൊടുക്കുന്നത്? നമ്മളറിഞ്ഞിരിക്കുന്നത് ഇരയായിട്ടുള്ളവരുടെ പേര് പുറത്ത് വരാൻ പാടില്ല, അവരെ സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. പക്ഷേ ഇത് ആഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് സിനിമകളിൽ അഭിനയിക്കുന്നവർ താരങ്ങൾ തന്നെയാണ്. അവരുടെ മേൽ ഒരാരോപണം ഉന്നയിക്കുന്നു. ഇരകളെന്ന് പറയുന്നവർ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. അവരെ ഞാൻ കുറ്റം പറയുന്നതല്ല, നമ്മുടെ നാട്ടു നടപ്പനുസരിച്ചിട്ടുള്ള അവരുടെ പ്രൊട്ടക്ഷൻ അവരത് ലംഘിച്ചു വരികയാണോ എന്നൊരു സംശയമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ കാരണം. അപ്പോൾ അതിന് കൃത്യമായ നിയമങ്ങൾ വരണം. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തുമുണ്ട്. അപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതില്ല എന്നോ നമുക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഇതിന് എന്തെങ്കിലും പീഡനത്തിന് വിധേയരായിട്ടുള്ളവർക്ക് അതിനൊക്കെ നിയമസംരക്ഷണം ലഭിക്കണം, നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണം. പക്ഷേ അവർക്ക് കിട്ടിയിട്ടുള്ള നിയമത്തിൻ്റെ സംരക്ഷണത്തിലൂടെ പോകേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്കതൊരു പാഠം എങ്ങനെ ആകും എന്നുള്ളതുമാണ് നമ്മുടെ ചിന്താവിഷയം.